ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എനിക്ക് വന്ന ഒരു കമൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കമൻറ്റുകൾ ഞാൻ പെട്ടെന്ന് നോട്ടീസ് ചെയ്തൊരു കമൻ്റാണ് കേട്ടോ. ചേച്ചിയുടെ പുതിയ ചാനൽ എത്ര ദിവസം കൊണ്ടുണ്ട് മോണിറ്റൈസ് ആയത്? ഈ ചാനൽ എന്ന് ഉദ്ദേശിക്കുന്ന ഫേസ്ബുക്ക് പേജിനെ ആയിരിക്കും. കാരണം ഞാൻ ഫേസ്ബുക്ക് പേജിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടപ്പോഴാണ് അതിനകത്ത് അങ്ങനെ വന്നേക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്നേ വിചാരിക്കുന്നതാണ് ഈ പുതിയ പേജ് എത്ര നാളും കൊണ്ടാണ് മോണിറ്റൈസ് ആയി കിട്ടുന്നത്, ഞാൻ എന്തൊക്കെയാണ് അത് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാമെന്നുള്ളത് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജ് എന്ന് പറഞ്ഞാൽ റിനി മാത്യു എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പേജാണ് കേട്ടോ. ഞാനിവിടെ സ്ക്രീൻ ഷോട്ട് കാണിക്കാം. ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയില്ല ഞാൻ എന്തൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകാനുള്ള സാധ്യത കുറവാണ്. അപ്പം ഇപ്പോൾ എനിക്ക് അതിനകത്ത് 10,000 ഫോളോവേഴ്സ് ഉണ്ട്. ഞാനത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഡേറ്റ് സഹിതം കാണിച്ചു തരാം. ഞാനത് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് എന്ന് പറഞ്ഞാലും ഈ വർഷം ഫെബ്രുവരി 1-ാം തീയതിയാണ് ഞാൻ എൻ്റെ പേജ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് മോണിറ്റൈസ് ആയി കിട്ടിയത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 4 മാസം കൊണ്ട് എനിക്ക് മോണിറ്റൈസേഷൻ ആകാനുള്ള സെറ്റപ്പ് പോകുന്നത്. അതിന് മുന്നേ തന്നെ സ്റ്റാറൊക്കെ ഇനേബിൾ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കണ്ടന്റ് മോണിറ്റൈസേഷൻ ആകുന്ന ഒരു 4.5 മാസം കൊണ്ടാണ് കേട്ടോ. അതായത് ജൂലൈ ഞാൻ ഒരു ഇഷ്യൂ ആയതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ സെറ്റപ്പ് ഇഷ്യൂ ആയി, പേ ഔട്ട് അക്കൗണ്ട് ഇങ്ങനെ റെസ്ട്രിക്റ്റ് ആക്കി വെച്ചിട്ട് അത് ശരിയാക്കി എടുത്തത് എങ്ങനെയാണെന്നൊക്കെ ഉള്ള വീഡിയോ ചെയ്തായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു അക്കൗണ്ട്, എൻ്റെ പേ ഔട്ട് അക്കൗണ്ട് ഇങ്ങനെ റെസ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെറ്റപ്പ് എനിക്ക് ആക്കാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഒരു അക്കൗണ്ടിൽ, അതായത് ഫേസ്ബുക്ക് ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് പേജ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ ഫേസ്ബുക്ക് അക്കൗണ്ട്, ആ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ഈ പേജുകൾ ഓൾമോസ്റ്റ് എല്ലാ പേജസും എനിക്കിപ്പം 3-4 പേജസ് മോണിറ്റൈസ് ആയതുണ്ട് ഫേസ്ബുക്ക് പേജ്. അതെല്ലാം തുടങ്ങിയേക്കുന്നത് എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ്. അപ്പം ഈ അക്കൗണ്ടിന് എന്തെങ്കിലും റെസ്ട്രിക്ഷനോ അങ്ങനെ എന്തെങ്കിലും വന്നാലും നമ്മുടെ പേജുകളെല്ലാം ബാധിക്കും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ചിലപ്പോൾ ലെങ്തി ആയി പോകും എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയില്ല. നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെടും എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഞാൻ ഈ പേജ് തുടങ്ങിയിട്ട് ഫെബ്രുവരി 1-ാം തീയതി തുടങ്ങി. ജൂലൈയിൽ ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മോണിറ്റൈസേഷൻ ഇനേബിൾ ആക്കാനുള്ള സെറ്റപ്പ് വന്നു. ട്രൈ ചെയ്തിട്ട് പറ്റിയില്ല. അത് പേ ഔട്ട് അക്കൗണ്ട് റെസ്ട്രിക്റ്റ് ആയി. പെട്ടെന്ന് നെറ്റിൻ്റെ എന്തോ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെയായത്. പിന്നെ ഞാനിവിടെ ഓഗസ്റ്റിൽ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞാനത് ശരിയാക്കുന്നത്. ഓഗസ്റ്റ് ഇവിടെ വന്നു, ഒരു ഓഗസ്റ്റ് 10-ാം തീയതിയോ സംതിങ് അത്രയും ഒക്കെ ആയപ്പോഴാണ് ഞാനത് ശരിയാക്കുന്നത് കേട്ടോ. കണ്ടിന്യൂസ് ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇതിൻ്റെ തന്നെ പാട്ടിൻ്റെ വേറെ പേജ് ഉള്ളതുകൊണ്ടും ആ പേജിന് അത്യാവശ്യം നല്ല റീച്ച്, അങ്ങോട്ട് ഭയങ്കര ഫ്ലോയിൽ അതിൻ്റെ റീച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 53,000 ഫോളോവേഴ്സ് ഉള്ള സമയത്ത് ഇതിന് എന്തോ ഒരു ഇഷ്യൂ വന്നു. അതെന്ത് ഇഷ്യൂ ആണെന്ന് എനിക്ക് അറിയില്ല. അതിൻ്റെ റെക്കമെൻഡേഷൻ പോയി നോക്കിയപ്പോൾ റെക്കമെൻഡേഷൻ സസ്പെൻഡഡ് എന്ന് പറഞ്ഞ് കാണിച്ചു. ഞാൻ അവർക്ക് റിപ്പോർട്ട് ചെയ്തു, മെയിൽ അയച്ചു. എൻ്റെ ഇതിനകത്ത് ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ എന്തുകൊണ്ട് എൻ്റെ റെക്കമെൻഡേഷൻ സസ്പെൻഡ് ചെയ്തു? കാരണം ഞാൻ തന്നെ പാടുന്നത് ഞാൻ ആരുടെയും എടുക്കുന്നില്ല. എൻ്റെ മാത്രം വീഡിയോസ് ഞാൻ വീട്ടിലിരുന്ന് പാടുന്നതും അതിൻ്റെ റെക്കോർഡ് ചെയ്യുന്നതുമായ വീഡിയോസാണ് ഇടുന്നത്. പറഞ്ഞിട്ട് ഞാൻ മെയിൽ അയച്ചു. 2 ദിവസത്തിനകം റെക്കമെൻഡേഷൻ വീണ്ടും ആക്റ്റീവായി എന്ന് പറഞ്ഞു. എനിക്ക് മെയിലൊന്നും വന്നില്ല. ഞാൻ ജസ്റ്റ് കയറി നോക്കിയും റെക്കമെൻഡേഷൻ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമം വന്നായിരുന്നു. നല്ല റീച്ച്, അത്യാവശ്യം അതിൽ നിന്ന് ഏർണിങ്സ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ പേജിൻ്റെ റെക്കമെൻഡേഷൻ ഇങ്ങനെ സസ്പെൻഡ് ആകുന്നതും റീച്ച് പെട്ടെന്ന് ഇങ്ങനെ പോകുന്നത്. റീച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡെയിലി 10, 100 അല്ലെങ്കിൽ ഒരു 50 ഫോളോവേഴ്സ് ഡെയിലി കയറുന്നുണ്ട്. പക്ഷേ വിതിൻ സെക്കൻഡ് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് ഈ കയറിയ ഫോളോവേഴ്സ് എല്ലാം അതുപോലെ ഡ്രോപ്പ് ഡൗൺ ആയി പോകും. അതെന്താണ് പ്രശ്നമെന്ന് നമുക്ക് ഞാൻ എല്ലാം മുഴുവൻ നോക്കി അലേർട്ടിൽ പോയി എങ്ങും ഒരു ഇഷ്യൂ ഇല്ല. എനിക്ക് നോക്കാൻ പറ്റുന്ന മുഴുവൻ നോക്കി. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. എനിക്ക് ഡോളർ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് ഇടുന്ന പാട്ടുകൾ റീച്ച് ചെയ്യാതെ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. എൻ്റെ ദൈവം, എത്ര നാളും കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേജാണ് ഞാൻ. അതുപോലെ കണ്ടന്റുകൾ അത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ ഓരോ കണ്ടന്റ് ഇടുന്നത്. വെറുതെ ഒരു വ്ളോഗ് ഉണ്ടാക്കി ഇടുന്ന പോലെയല്ല. നമ്മൾ പൈസ കൊടുത്ത് കരോക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് പാട്ട് പാടി വെളിയിൽ എവിടെയെങ്കിലുമൊക്കെ പോയി ഷൂട്ട് ചെയ്ത് ഇതെല്ലാം പിന്നെ ഈ പാട്ടും ഈ നമ്മുടെ വോക്കലായിട്ട് എഡിറ്റ് ചെയ്തെടുക്കുന്നതിന് തന്നെ മണിക്കൂറുകൾ എടുക്കും. അത്ര നിങ്ങൾ എൻ്റെ വീഡിയോ പേജ് കയറി ശ്രദ്ധിച്ചാൽ അറിയാം. അത്രമാത്രം ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് ചെയ്യുന്നതാണ്. എന്നിട്ടത് റീച്ച് ചെയ്യുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കരമായിട്ട് വിഷമം വന്നു. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല. ഇനിയിപ്പം എനിക്ക് ബ്ലോഗിൻ്റെയൊക്കെ ആ പേജുകൾ അന്നേരവും ഉണ്ട്. ഞാൻ ഈ പാട്ടിൻ്റെ ചാനൽ കൂടാതെ വ്ളോഗുകളൊക്കെ ഇടുന്ന പേജ് ആ സമയത്ത് എനിക്കുണ്ട്. ഞാൻ ചെറിയ ചെറിയ രീതിയിലൊക്കെ വ്ളോഗുകൾ അതിനകത്ത് ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ
ഈ പാട്ട് കൊണ്ട് ചെന്ന് ക്രിസ്ത്യൻ പാട്ടുകൾ കൊണ്ടുവന്ന് അതിനകത്ത് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്നും ചിന്തിക്കുന്നില്ല, പെട്ടെന്നൊരു പേജ് വേറെ ക്രിയേറ്റ് ചെയ്തേക്കാം. അങ്ങനെ ഞാൻ വീണ്ടും ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് റിനി മാത്യു എന്ന് പറഞ്ഞിട്ട്, റിനി സൂരജാണ് ആദ്യത്തെ പേജ്, റിനി മാത്യു എന്ന് പറഞ്ഞിട്ടൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് പതുക്കെ അതിനകത്ത് പാട്ടുകളൊക്കെ ഇടാൻ തുടങ്ങി. എന്നിട്ട് ചെറിയ രീതിയിലൊക്കെ റീച്ച് ചെയ്ത് ഞാൻ 1-2 ഗ്രൂപ്പുകളിലൊക്കെ ആദ്യമൊക്കെ ഷെയർ ചെയ്തു, ക്രിസ്ത്യൻ പാട്ടുകളൊക്കെ ഇടുന്ന ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തു, കുറേശ്ശെ റീച്ച് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ ഈ പഴയ പേജിലേക്ക് തന്നെ ഞാൻ ഷെയർ ചെയ്തു. അപ്പൊ കുറച്ച് പേർക്കൊക്കെ ഇത് ചെല്ലുന്നുണ്ട്. എല്ലാവർക്കും ഈ 53K നമ്മുടെ ഫോളോവേഴ്സിലോട്ട് ചെല്ലുന്നില്ലെങ്കിലും കുറച്ച് പേർക്കൊക്കെ എൻ്റെ ഈ പേജിന്റെ ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവർ ഈ പേജിലേക്ക് വരാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ പിന്നെ കൊളാബ് ചെയ്യാൻ തുടങ്ങി, ആ പേജുമായിട്ട് കൊളാബ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോൾ പിന്നെ കുറേ പേര് ചോദിച്ചു, ഈ റിനി മാത്യു ആരാ, റിനി സൂരജാനെ രണ്ടൊരു സിസ്റ്റേഴ്സ് ആണോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നെയാണ്. എൻ്റെ പേജിന് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് വേറൊരു പേജ് ക്രിയേറ്റ് ചെയ്താണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തോളൂ, അതിനകത്ത് ഫോളോ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അതിനകത്ത് ഇടാൻ തുടങ്ങി കേട്ടോ. അതിനകത്ത് ഒരു മിസ്റ്റേക്കും വരരുത് എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഇതിനകത്ത് ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ടാണോ ഇങ്ങനെ വന്നെങ്കിലും ഈ പുതിയ പേജിൽ ഒരു മിസ്റ്റേക്കും ഉണ്ടാകാൻ പാടില്ല എന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു, അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ പാട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പഴയ പേജ് ഒഴിവാക്കി മീൻസ് ടോട്ടലി ഒഴിവാക്കില്ല, അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോ ഇടും. എങ്കിൽ പോലും ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് പുതിയ പേജിലേക്കാണ്. അങ്ങനെ ഈ കൊളാബ് ചെയ്തിട്ടൊക്കെ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഞാൻ റീൽസ് ഒരെണ്ണമെങ്കിലും ഡെയിലി ഒരു റീൽസ് എങ്കിലും ഇടും, എന്നിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഒരു ലോങ് വീഡിയോ ഇടും. അങ്ങനെ മാത്രം ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ എൻ്റെ വീഡിയോസ് റീച്ച് ചെയ്യാൻ തുടങ്ങി. 100K ഒക്കെ ഓരോ വീഡിയോസിന് വരാൻ തുടങ്ങി കഴിയുമ്പോൾ എനിക്ക് സന്തോഷമായി. 1000, 2000, 3000 ഇങ്ങനെ ഫോളോവേഴ്സ്. ഇപ്പം എനിക്ക് 10,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. ഈ 4 മാസമായിട്ടേ ഉള്ളൂ പേജ് തുടങ്ങിയിട്ട് 10,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അതിനകത്താണ് ഈ സമയത്ത് എനിക്ക് മോണിറ്റൈസേഷൻ ആയിരുന്നു. അതിൻ്റെ റവന്യൂ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു. ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ ആരെയും കാണിച്ചിട്ടില്ല എൻ്റെ റവന്യൂ. എങ്കിലും ഞാൻ ഇതിനകത്ത് എനിക്ക് വന്നേക്കുന്ന റവന്യൂ എത്രയാണെന്നുള്ളത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഏകദേശം 10 ദിവസമൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ ഇപ്പം മോണിറ്റൈസ് ആയി കിട്ടിയിട്ട്. കണ്ടോ, $10 എനിക്ക് ഇപ്പം തന്നെ അതിനകത്ത് കയറിയിട്ടുണ്ട്. കാരണം അത് റീൽസ് മാത്രമേ ഇടുന്നുള്ളൂ, ലോങ് വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ ഇടാറില്ല. റീൽസ് ഇടും, അത് സ്റ്റാറ്റസ് ആയിട്ടും കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഷെയർ ഓപ്ഷൻ ഓൺ ആക്കിയേക്കാണ്. അപ്പം ഞാൻ ഇടുന്ന റീൽസ് അതിൻ്റെ സ്റ്റാറ്റസിലും പോകും. അപ്പോൾ സ്റ്റാറ്റസിൽ നിന്നും ഈ റീൽസിൽ നിന്നുള്ള ഏക റവന്യൂ ആണ് ഇപ്പം ഇത്രയും കാണിച്ചത്. ഞാൻ അതിനകത്ത് വലിയ ആക്റ്റീവായിട്ടുള്ള ഈ റീൽസ് മാത്രമേ ഇടുന്നുള്ളൂ. ഇനി അതിനകത്ത് നന്നായിട്ട് ആക്റ്റീവ് ആകണമെന്ന് വിചാരിക്കുവാണ്. എന്നാലും എൻ്റെ പഴയ പേജിൽ എനിക്ക് അത്യാവശ്യം ഏർണിങ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാനിത് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിനകത്ത് ഇടുന്ന വീഡിയോ ഈ പേജ് വരാനോ, ഈ പേജിലിടുന്ന വീഡിയോസ് ആ പേജിലേക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടെങ്കിലും പോസ്റ്റ് ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കും കേട്ടോ. ഒരിക്കലും രണ്ടിലും ഒരേ വീഡിയോ വരാതിരിക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കും. ഇനി ബൈ മിസ്റ്റേക്കിൽ വല്ലതും പറ്റിയെങ്കിൽ മാത്രമേ ഉള്ളൂ, എങ്കിൽ പോലും ഞാൻ ശ്രദ്ധിച്ചിടാറുള്ളൂ. ഇതിനകത്ത് വേണ്ടിയിട്ട് മാത്രം പ്രത്യേകം ഫോൾഡർ ഉണ്ടാക്കി കമ്പ്യൂട്ടറിൽ ഇട്ടിട്ടുണ്ട്. ഈ പേജിലിടേണ്ട വീഡിയോസ്, ആ പേജിലിടേണ്ട വീഡിയോസ്, അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോ ഇടാതിരിക്കുന്നത് നല്ലത്. നിങ്ങൾ ഷോർട്ട് വീഡിയോ തന്നെ ഇട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഷോർട്ട് വീഡിയോ ഇടുക. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ആർക്കും അയച്ചു കൊടുക്കാൻ നിൽക്കേണ്ട. കാരണം അവരൊന്നും ഓപ്പൺ ചെയ്ത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ, നമ്മുടെ പേജിന് തന്നെയാണ് ദോഷം. നമ്മൾ ഒരാൾക്ക് അയച്ചു കൊടുക്കുന്ന ലിങ്ക് അവർ ഓപ്പൺ പോലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഫേസ്ബുക്കിന് അവരുടെ മെറ്റായിൽ ഇതെല്ലാം ഡിറ്റക്റ്റ് ആവും. അവരുടെ AI ഇവർക്ക് അതെല്ലാം മനസ്സിലാവും. എത്ര പേർക്ക് നമ്മളത് ഷെയർ ചെയ്തിട്ടുണ്ട്, എത്ര പേര് അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്തിട്ട് എത്ര പെർസെൻറ്റേജ് ഒരാളിരുന്ന് കണ്ടു എന്നുള്ളതെല്ലാം അവർക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനകത്ത് കുറച്ച് പേരെങ്കിലും അത് കാണും, കുറച്ചെങ്കിലും ഇരുന്ന് കാണും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് കാണും കേട്ടോ. നമ്മൾ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ക്വാളിറ്റി ഉള്ള വീഡിയോസ് എടുക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ആദ്യമായിട്ടൊരാൾ നമ്മുടെ പേജിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അവർ ഒരു വീഡിയോ കണ്ട് മാത്രം അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യത്തൊന്നും അല്ലെങ്കിൽ ഫോളോ ചെയ്യത്തൊന്നുമില്ല. അവർ ആദ്യം ആ പേജിൽ ഒന്ന് കയറി, ഞാനാണെങ്കിലും അങ്ങനെ ആ പേജിൽ ഒന്ന് കയറി നോക്കും. നമുക്ക് വാല്യുബിൾ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ചിരിക്കാനായിട്ടുള്ള, നമുക്ക് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ഇവർ തരുന്നവരാണോ എന്നുള്ളത് ഞാൻ നോക്കാറുണ്ട്. നോക്കിയിട്ടാണ് ഞാൻ അവരെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാൾ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ പേജിലേക്ക് കയറി നോക്കുമ്പോൾ ഓ ശരിക്കും ഈ ചാനൽ നല്ലതാണ്, നല്ല ഫണ്ണിയാണ്, അല്ലെ യൂസ്ഫുൾ ആണ്, നമുക്ക് പ്രയോജനപ്പെടുന്നതാണ് എന്നുള്ള ഒരു
ചിന്ത മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഉണ്ടാവണം നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. റീൽസ് ആണ് ഞാൻ മെയിനായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനം. റീൽസ് നിങ്ങൾ മാക്സിമം ഇടാൻ ശ്രമിക്കുക. റീൽസ് ഇട്ടിട്ട് അതുവഴി നിങ്ങൾ പേജ് റീച്ച് ആക്കുക. അതിന് ശേഷം പതുക്കെ പതുക്കെ നമുക്ക് ലോങ് വീഡിയോസ് ഇടാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ പേജിൽ നിങ്ങളൊന്ന് കയറി നോക്കിയോ. എൻ്റെ റിനി മാത്യു എന്ന് പറയുന്ന പേജിൽ നിങ്ങൾ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് റീൽസ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലും ഒരു ലോങ് വീഡിയോ ഇടുമെന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇടാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കുക. പിന്നെ റീച്ച് വളരെ പെട്ടെന്ന് കിട്ടുന്ന പല പ്രത്യേകതരം പേജുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും പോകാതെ വളരെ മാന്യമായ രീതിയിൽ വീഡിയോ ചെയ്യുന്നവർക്കാണെങ്കിലും വ്യൂ കിട്ടും. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണമെന്നുള്ളൂ. മറ്റേതിൻ്റെ അത്രയും ഒരു ഫോഴ്സ് കാണത്തില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് എപ്പോഴാണെങ്കിലും നമുക്ക് ഗുണമുണ്ട്. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ പേജുകൾക്കൊക്കെ വേണ്ടിയിട്ട്. ഞാൻ അതുവഴി ഡെയിലി ഞാൻ എത്ര മണിക്കൂറായി ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനും അതിനായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല. അത്രയും കാരണം ഈ പേജുകളെല്ലാം എനിക്ക് വീഡിയോസോ പോസ്റ്റുകളോ എന്തെങ്കിലുമൊക്കെ ഇടണം. അതുകൊണ്ട് ഞാൻ എൻ്റെ വ്ളോഗിൻ്റെ പേജിൽ 2 വ്ളോഗിൻ്റെ പേജിൽ അതിനകത്തൊക്കെ ഞാൻ എല്ലാ ദിവസവും പോസ്റ്റുകൾ എന്തെങ്കിലും ഇടാൻ ശ്രമിക്കാറുണ്ട്. ഈ 2 പേജുകളിൽ മാറി 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 ക്രിസ്ത്യൻ പാട്ടുകൾ തന്നെ ഞാൻ ഇടുന്നുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കോപ്പിറൈറ്റ് ഉള്ള സാധനങ്ങൾ ഇടാതിരിക്കുക. മറ്റുള്ളവരുടെ കിട്ടുന്ന എത്ര ഇൻട്രസ്റ്റിംഗ് വീഡിയോസോ ഫോട്ടോസോ ആയാലും നിങ്ങൾ ഗൂഗിളിൽ നിന്ന് വീഡിയോ ഫോട്ടോ ഇതൊന്നും എടുക്കാതിരിക്കുക. മറ്റുള്ളവരുടെ യൂട്യൂബ് ചാനലിൽ കയറി എടുക്കാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, റിയാക്ഷൻ വീഡിയോസൊക്കെ വളരെ മാന്യമായിട്ട് ചെയ്യാം. റിയാക്ഷൻ വീഡിയോ ആണെങ്കിലും ഒരാൾക്ക് കാണുമ്പം അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവരെന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് നിങ്ങളുടെ വീഡിയോക്കെതിരെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേജ് തന്നെ നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അതുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ആണെങ്കിലും ഹെൽത്തി റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റിയാക്ഷൻ വീഡിയോസിന് എപ്പോഴും പ്രേക്ഷകർ കൂടുതലാണ്. കാരണം ഒരാൾ വിമർശിക്കുന്നതൊക്കെ കേൾക്കാൻ ആളുകൾക്ക് എപ്പോഴും ഇൻട്രസ്റ്റാണ്. അപ്പോൾ അവർ നല്ലതായിട്ട് പറയുന്നതാണേലും മോശമായിട്ട് പറയുന്നതാണേലും റിയാക്ട് ചെയ്യുന്നത് കാണാനായിട്ട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇരുന്ന് കാണും പലരും. അപ്പം അങ്ങനെയുള്ള വീഡിയോ മാന്യമായ റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി മറ്റുള്ളവർക്ക് വേണ്ടി സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു, റീൽസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ലൊരു തംബ്നെയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മൊബൈൽ വഴി അപ്ലോഡ് ചെയ്യുന്നവർക്കാണെങ്കിലും തംബ്നെയിൽ ഇടാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് വേറെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഏതെങ്കിലും ഒരു നല്ല പോർഷൻ നമുക്ക് തംബ്നെയിലായിട്ട് കൊടുക്കാം. ആൾക്കാർക്ക് ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള ഒരു തംബ്നെയിൽ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആൾക്കാർക്ക് കാണുമ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്യണമെന്ന് അവരുടെ ഉള്ളിൽ തോന്നണം. ആ രീതിയിലുള്ള തംബ്നെയിൽ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഡെയിലി വീഡിയോ ഇടുക. ഡെയിലി ആദ്യത്തെ തുടക്കക്കാർക്ക് 1, 2, 3 ഒക്കെ വീഡിയോ നമുക്ക് ഇടാം കേട്ടോ. എത്ര വീഡിയോ നമുക്ക് ഇടാൻ പറ്റും എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇടാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിന് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഇപ്പം നേരത്തെ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു, ഇപ്പോഴും ക്രൈറ്റീരിയ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എൻ്റെ പേജ് കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം വീഡിയോസ് എല്ലാം റീച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. 10,000 ഫോളോവേഴ്സും ആയിട്ടുണ്ടായിരുന്നു. 10,000 ഒന്നും വേണമെന്നില്ല, നമുക്ക് മോണിറ്റൈസ് ആയി കിട്ടണമെങ്കിൽ 10,000 ആകുന്നതിന് മുന്നേ എനിക്ക് മോണിറ്റൈസ് ആയായിരുന്നു. ഇത് ഈ റീസെൻ്റ്ലി ആണ് എനിക്ക് 10,000 ഫോളോവേഴ്സ് ആയത്. വേറെ മോണിറ്റൈസ് ആവുന്ന സമയത്ത് എനിക്ക് 10,000 ഒന്നും ഇല്ല. നമ്മുടെ പേജ് അത്യാവശ്യം റീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതും അത്യാവശ്യം നമ്മൾ ആക്റ്റീവാണ്, എൻഗേജ്മെൻറ്റ് നന്നായിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിന് മോണിറ്റൈസേഷൻ വരും. ഇപ്പോൾ ക്രൈറ്റീരിയ എല്ലാം അവരെടുത്ത് മാറ്റിയേക്കുന്നുണ്ട്. നമ്മുടെ പേജിൻ്റെ റീച്ചാണ് അവർ മുഖ്യമായിട്ട് നോക്കുന്നത്. എങ്കിലും ഒരു ലിമിറ്റഡ് ഇത്ര എമൗണ്ട് ഒന്നും ഇല്ല, എങ്കിലും 1000 ഫോളോവേഴ്സ് ഉള്ളവർക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ പറയുന്നത് എങ്കിലും ഒരു 3000, 4000 ഒക്കെ ഉള്ളവർക്കെല്ലാം ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും അവർ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഈവൻ ഞാൻ ഒന്നും ചെയ്യാത്ത എൻ്റെ ഫേസ്ബുക്ക് എൻ്റെ പ്രൊഫൈലിൽ പോലും വെറുതെ ഞാൻ പേജ് ആക്കി വെച്ചു, പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കി വെച്ചു. അതിന് വരെ കണ്ടിട്ട് മോണിറ്റൈസേഷൻ എനിക്ക് വന്നിട്ടുണ്ട്. $1, $2 ഒക്കെ അതിനകത്ത് കയറുന്നുണ്ട്. ഞാൻ പണ്ടൊക്കെ ഇട്ട ഫോട്ടോസൊക്കെയാണ്. അതൊന്നും പബ്ലിക്കിൽ ഞാൻ അധികം ഫോട്ടോസ് അതിനകത്ത് ഇടാറുമില്ല പ്രൊഫൈലിൽ, എന്നിട്ട് പോലും ആകുന്നുണ്ട്. അപ്പം നമ്മുടെ പേജ് ഫെയർ ആയിട്ട് പോകുന്ന പേജ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ലക്കി ആണെന്നുണ്ടെങ്കിൽ അതും പ്രത്യേകം പറയണം. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്ന 35,000 ഫോളോവേഴ്സ് ഉള്ള അത്യാവശ്യം പുള്ളി തന്നെ വീഡിയോസ് ഉണ്ടാക്കി ഇടുന്ന ആൾക്ക് മോണിറ്റൈസേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ നല്ല ഫോളോവേഴ്സ് ഉണ്ട്, നല്ല മില്യൺസ് വ്യൂ ഉണ്ട്. എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചതാണ്. പക്ഷേ ബാഡ് ലക്ക് എന്ന് പറയാൻ പറ്റും. പുള്ളിക്കാരൻ ഇതുവരെ മോണിറ്റൈസേഷൻ ആയി കിട്ടില്ല. കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും ഫേസ്ബുക്ക് നമുക്ക് മോണിറ്റൈസേഷൻ തരും, വെയിറ്റ് ചെയ്യൂ. പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും ഉണ്ടല്ലോ, വേറൊരാളുടെ കണ്ടന്റ് എടുത്തിടുവോ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇടുവോ ഒന്നും ചെയ്യരുത്. നമുക്ക് നമ്മളുടേതായ കണ്ടന്റുകൾ, നമ്മളുടെ ആശയങ്ങളും ഒക്കെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ടാണെങ്കിലും ഇടാൻ, നമുക്ക് പോസ്റ്റായിട്ട് ഇടാൻ പറ്റും, നമുക്ക് ഫോട്ടോസായിട്ട് ഇടാൻ പറ്റും, വീഡിയോസ് ആയിട്ട് ഇടാൻ പറ്റും. അപ്പം നമ്മുടേതായ കണ്ടന്റുകൾ മാത്രം ഇടാൻ ശ്രമിക്കുക. ഓക്കെ,
അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ, തുടക്കക്കാരെന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിനീസ് സൈനിങ് ഓഫ്. ബൈ ബൈ.